നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിലാപകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. മലയാള ഭാഷയിൽ ധാരാളം വിലാപകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിലാപകാവ്യ പ്രസ്ഥാനം, അല്ലെങ്കിൽ വിലാപകാവ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഖണ്ഡകാവ്യ ശാഖയിൽ ഉൾപ്പെടുന്നതാണ് വിലാപകാവ്യങ്ങൾ. വികാരപ്രധാനവും ചിന്താപ്രധാനവുമാണ് വിലാപകാവ്യം. കരയുന്ന അല്ലെങ്കിൽ കരയിക്കുന്ന ദുഃഖപൂർണമായ മനോവികാരങ്ങൾ തുറന്നു കാണിക്കുന്ന കവിതാ പ്രസ്ഥാനമാണിത്. ഗ്രീക്ക് പദമായ എലിജിയ എന്ന വാക്കിൽ നിന്നാണ് എലിജി അഥവാ വിലാപകാവ്യം ഉണ്ടായത്. മലയാള നവോത്ഥാന കാലഘട്ടത്തിലെ വിലാപകാവ്യങ്ങൾ പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. മിൽട്ടൻ്റെ ലിസിഡസ്, ഷെല്ലിയുടെ അഡോണയസ്, തോമസ് ഗ്രേയുടെ ഗ്രാമീണ ശ്മശാനം എന്നിവ ഈ വിഭാഗത്തിലെ വിശ്വവിഖ്യാത കൃതികളാണ്. മലയാളത്തിലെ ആദ്യകാല വിലാപകാവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം. ഇതുകൂടാതെ നാലപ്പാട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി, കുമാരനാശാൻ്റെ പ്രരോദനം തുടങ്ങിയ കൃതികൾ പ്രധാനപ്പെട്ട വിലാപകാവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി എന്താണ് വിലാപകാവ്യമെന്ന് പറയാം. ഏറ്റവും ലളിതമായി വ്യാഖ്യാനിച്ചാൽ വിലാപത്തെ കുറിക്കുന്ന കാവ്യമാണ് വിലാപകാവ്യം. വിലാപമെന്നാൽ ദുഃഖഭാരത്തോടെ നിലവിളിക്കുക എന്നർത്ഥം. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അതീവ ദുഃഖത്തോടെ വിലപിക്കുന്നതാണ് ഇത്തരം കൃതികളുടെ പ്രമേയം. തീവ്രമായ ഭാവത്തെ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതാണിത്. കരുണരസപ്രതിപാദനമാണ് വിലാപകാവ്യം. ശോകപൂർണമായ മനോവികാരങ്ങളെ പ്രമേയമാക്കി രചിക്കുന്നവയാണ് വിലാപകാവ്യങ്ങൾ. വികാരചിന്താപരമായൊരു ഭാവതലം അവയ്ക്കുണ്ട്. വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളെയും നഷ്ടപ്പെടലിനെയും ദാർശനിക പശ്ചാത്തലത്തിൽ വിലയിരുത്തുകയാണ് വിലാപകാവ്യത്തിൻ്റെ പൊതു സ്വഭാവം. ആത്മനിഷ്ഠത വളരെ കൂടുതലുള്ള രചനകളാണിവ. കാൽപ്പനിക പ്രസ്ഥാനത്തിലാണ് ഇവ ഉൾപ്പെടുന്നവ. വ്യക്തികളുടെ അകാല ചരമത്തിൽ ദുഃഖിക്കുകയും വേദാന്തങ്ങളിലും ദർശനങ്ങളിലും കവികൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തെ ചൊല്ലി ഒരു കവി വിലപിക്കുന്നതാണ് വിലാപകാവ്യമെന്ന് അറിയപ്പെടുന്നത്. മലയാളത്തിൽ വിലാപകാവ്യശാഖ പാശ്ചാത്യ സാഹിത്യത്തെ അനുകരിച്ചുണ്ടായതാണ്. ദുഃഖാത്മകതയും ദാർശനികതയും ഇതിൻ്റെ രണ്ട് തലങ്ങളാണ്. വ്യക്തികേന്ദ്രിതങ്ങളായ ജീവിതാനുഭവങ്ങളെയും നഷ്ടപ്പെടലിനെയും ദാർശനിക പശ്ചാത്തലത്തിൽ വിചിന്തനം നടത്തുന്നു എന്നതാണ് വിലാപകാവ്യങ്ങളുടെ പൊതു സ്വഭാവം.